ഉമർ ഖാദിയാണ് പറയണത്, ഹൈദ്രൂസ് മരിച്ചിട്ടില്ല, കബറൊഴിക്കണ്ട. വലൗ അൽഫാമിൻ ഇട്ട നായിന്റെ വാല് ബിയോടക്കുഴല്ല തസ്തഖീമൂലി ഹാലിനാ. വലൗ അൽഫാമിൻ മുങ്ങി കാക്കച്ചി ഫീലബൻ കമാമിസില വെള്ളക്കൊക്ക് ആകൂല ഫീസമൻ. യാഗാനം യാഗാനം ലാതനം ഹാഹൂന ഇന്തനം ഹാഹൂന ഫല്ലർബൂ വാജിബു. ആടെ ഇവിടെ കിടന്നുറങ്ങണ്ട, ഇവിടെ കിടന്നുറങ്ങിയ അടി വുജൂബാണ്. ഇവർ പറഞ്ഞത് ലാത്ത് കുൽബി കൊട്ടടക ലിഫഖദി സിന്നി ഫീ ഫമിക വലൗലാ നല്ല പൈങ്ങടക ബിലാ റൈബിൻ വലാ ശക. കുഞ്ഞമ്മു ഖാദിമുൽ ഖൗമി ശജഅനു യഖാഫുഹു അബദൻ ജിന്നും വശൈത്താനു. കുഞ്ഞമ്മു മഹാന്മാരുടെ ഖാദിമാണ്, അതുകൊണ്ട് തന്നെ കുഞ്ഞമ്മൂനെ എല്ലാ ജിന്നും ശൈത്താനും ഭയപ്പെടും. വെളിയങ്കോട്ട ഉമർ ഖാദി റളിയല്ലാഹു അൻഹു ചങ്ങായിയായ വെമ്മേനാട്ടുകാരൻ ഹൈദ്രൂസിനെ തെരഞ്ഞിറങ്ങിയത് കേട്ടിട്ടില്ലേ? ഹൈദ്രൂസിന്റെ നാട്ടിൽ ചെന്ന് 2 റക്അത്ത് നിസ്കരിച്ച് ഇറങ്ങുമ്പോഴാ ആരോ പറയുന്നു ഹൈദ്രൂസ് മരിച്ചുപോയി, പാമ്പ് കടിച്ച് മരിച്ചതാണ്, ഹൈദ്രൂസിന് വേണ്ടി കബറുത്താണ്. ഉമർ ഖാദി റളിയല്ലാഹുവിന്റെ സ്വന്തം ചങ്ങാതിയാ. വെളിയങ്കോട്ടെന്ന് കുഞ്ഞമ്മൂനെയും കൂട്ടി കാണാൻ പോയതാണ്. കുഞ്ഞമ്മൂനെയും കൂട്ടിയിട്ട് പള്ളിയിൽ പോയി 2 റക്അത്ത് നിസ്കരിച്ച് ഇറങ്ങുമ്പോഴാ പറയുന്നത് പള്ളിപ്പറമ്പിൽ കബറുത്താണ്, ഹൈദ്രൂസ് മരിച്ചു, ഉമർ ഖാദി കാണാൻ വന്ന സ്നേഹിതൻ മരിച്ചു എന്ന് പറയുന്നു. ഉമർ ഖാദി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, മരിച്ചു എന്നാ പറയണത്. മഹാനവറുകൾക്ക് അത് മനസ്സിൽ ഉൾക്കൊള്ളാൻ പറ്റണില്ല. പാമ്പ് കടിച്ച് മരിച്ചുപോയി, ഉസ്താദെ മരിച്ചുപോയി. നേരെ പള്ളിൻ്റെ ഉള്ളിലേക്കും കയറി 2 റക്അത്തൂടെ നിസ്കരിച്ചു. എന്നിട്ട് ഏകാധിപതിയായ റബ്ബിനോട് ചോദിക്കുകയാണല്ലോ, എപ്പോഴും എന്നെ തേടി വരുന്ന, എൻ്റെ അടുത്ത് വരുന്ന എൻ്റെ മുഹിബായ കുഞ്ഞമ്മു, എൻ്റെ മുഹിബായ ഹൈദ്രൂസ് മരിച്ചു എന്നാ പറയണത്. റബ്ബേ, എനിക്ക് ഹൈദ്രൂസിനെ ജീവനോടെ കാണണം. ഈ ചില്ലറ ധൈര്യമാണോ മോമിനികളെ? ചെറിയ ഒരു വിശ്വാസമാണോ? ചോദിച്ചാൽ കിട്ടുന്നവർക്കറിയാം. വേറൊന്നു ഉമർ ഖാദി പള്ളിന്റെ പുറത്തിറങ്ങിയിട്ട് കബറുവയ്ക്കുന്ന ആൾക്കാരോട് പറഞ്ഞു, നിർത്തിക്കളാ, നിർത്ത്, കബറുവയ്ക്കുന്ന നിർത്ത്, ഹൈദ്രൂസ് മരിച്ചിട്ടില്ല. അവരിൽപ്പെട്ട ചില ആളുകൾ മുന്നോട്ട് വന്നിട്ട്, ഖാദിയാരെ നിങ്ങളെന്താ ഈ പറയണത്? ഹൈദ്രൂസ് മരിച്ചിട്ട് അളവൊക്കെ എടുത്ത് ഞങ്ങൾ കബറുവയ്ക്കാണ്. ഹൈദ്രൂസ് മരിച്ചിട്ടില്ല, കബറുവയ്ക്കണ്ട. പൊന്നാരുസ്താദ് നിങ്ങളെന്താ പറയുന്നത്? ആള് മരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ ഖാദിയാർക്ക് ചൂടായി, ഖാദിയാർ ദേഷ്യപ്പെട്ടു. ഖാദിയാർ പറഞ്ഞു, ഉമർ ഖാദിയാണ് പറയണത്, ഹൈദ്രൂസ് മരിച്ചിട്ടില്ല, കബറുവയ്ക്കണ്ട. കുഞ്ഞമ്മു ഖാദിമാണ്, സാധാരണക്കാരനായ ഖാദിമാണ്. കുഞ്ഞമ്മു ഇവിടെ വാ, വേഗം പോവാ. എന്നിട്ട് ഹൈദ്രൂസിന്റെ വീട്ടിൽ പോയിട്ട് പറയണം, വെളിയങ്കോട്ടുനിന്ന് ഖാദിയാർ വരുന്നുണ്ട്, ഹൈദ്രൂസ് മരിച്ചിട്ടില്ല. കുഞ്ഞമ്മു ഒരൊറ്റ ഓട്ട. കുഞ്ഞമ്മൂന് പിന്നെ മാക്കബലും മാബഹദൊന്നുമില്ല. ഔലിയാക്കൾ എന്താ പറയണത് അതേ ഉള്ളൂ. ഒരൊറ്റ ഓട്ടം ഓടിപ്പോയി മരിച്ച വീട്ടിൽ പോയി പറഞ്ഞു, ഖാദിയാർ വരുന്നുണ്ട്, ആരും വിഷമിക്കണ്ട, ഹൈദ്രൂസ് മരിച്ചിട്ടില്ല, വെളിയങ്കോട്ടുനിന്ന് ഖാദിയാർ വരുന്നുണ്ട്. ഒരൊറ്റ ഓട്ടം ഇങ്ങോട്ടും. ആ വീട്ടിൽ നിന്ന് അതേപോലെ മുന്നിൽ വന്ന് കിതച്ചിങ്ങനെ നിൽക്കുകയാണ് കുഞ്ഞമ്മു. ഖാദിയാർക്ക് പിന്നെ ഒരു സ്വഭാവമുണ്ട്, എന്ത് ആശ്ചര്യം ഉണ്ടായാലും ഒരു ബെയ്ത്ത് ഉടനടി ഉണ്ടാവും. എന്തുണ്ടായാലും ഉടനെ ഒരു ബെയ്ത്ത്. ചിലപ്പോൾ മലയാളം ഇംഗ്ലീഷും എല്ലാം കൂടെ കൂടിയിട്ടാവും, ചിലപ്പോൾ മലയാളം അറബിയും കൂടിയിട്ടാവും. മുമ്പൊരിക്കല് നായിന്റെ വാല് ഓടക്കുഴലിട്ടാൽ നീരൂല, അത് നമ്മൾ പറയുമ്പോൾ ഉമർ ഖാദി തങ്ങളത് ബെയ്ത്താക്കി. വലൗ അൽഫാമിൻ ഇട്ട നായിന്റെ വാല് ബിയോടക്കുഴല്ല തസ്തഖീമൂലി ഹാലിനാ. മഹാനവറുകൾ അറബിയിലാക്കി. ഇതുപോലെ തന്നെയാണ് കാക്ക കുളിച്ചാൽ കൊക്കാവൂല എന്ന് നമ്മൾ പറയും അല്ലേ? മഹാനവറുകൾ കാക്ക പാലിൽ കുളിച്ചാലും അതെന്താവൂല, വെള്ളക്കൊക്കാവൂല എന്ന് പറയും. അതുപോലെ മഹാനവറുകൾ ഒരു ബെയ്ത്ത് ഉണ്ടായിരുന്നല്ലോ, സുബ്ഹാനല്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വലൗ അൽഫാമിൻ മുങ്ങി കാക്കച്ചി ഫീലബൻ കമാമിസില വെള്ളക്കൊക്ക് ആകൂല ഫീസമൻ. മഹാനവറുകൾ അങ്ങനെ പറഞ്ഞു. ഇതിങ്ങനെ ഒരു ആശ്ചര്യം ഉണ്ടാവും അദ്ദേഹത്തിന്റെ പതിവ്. അവർക്ക് വന്നപ്പോൾ വെളിയങ്കോട്ട പള്ളിയിൽ ഒരു ആട് ഇങ്ങനെ കയറി കിടക്കുന്നത്. ആടിനെ പിന്നെ നോക്കിയില്ല, ആട് കയറി കിടന്നതാ. അപ്പൊ ആടിനെ വിളിച്ചിട്ടൊരു ബൈത്ത്, യാഗാനം യാഗാനം ലാതനം ഹാഹൂന ഇന്തനം ഹാഹൂന ഫല്ലർബൂ വാജിബൂ
ആടെ ആടെ ഇവിടെ കിടന്നുറങ്ങണ്ട, ഇവിടെ കിടന്നുറങ്ങിയ അടി വുജൂബാണ് എന്നാ ഇവർ പറഞ്ഞത്. ആട്ടിനെ വിളിച്ചിട്ടൊരു ബെയ്ത്ത്. ഇതുപോലെ തന്നെയാണ് വയസ്സായ ഒരാളുണ്ട്, ഈ ഉണങ്ങിയ ആട്ടൊക്കെ അങ്ങനെ വായിലിട്ട് കടിച്ച് പൊടിക്കുകയാണ്. അയാൾക്ക് പല്ലുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ട്. മാത്രമല്ല പല്ല് വർക്കത്തിന് പോലും അയാളെ പല്ല് വായിൽ കുറവാണ്. അപ്പൊ അങ്ങനത്തെ ആൾ ഈ ഉണങ്ങിയ അടക്കെടുത്ത് കടിക്കുമ്പോൾ അതൊരു പ്രയാസമാണ്. അപ്പൊ മർക്കാദി തങ്ങൾ അയാളെ വിളിച്ചിട്ടൊരു പെയ്ത്ത്, നല്ല പൈങ്ങടക്ക മഹാനെ നിങ്ങൾ ഇങ്ങനെ തിന്നല്ല, നിങ്ങൾക്ക് നല്ലത് നല്ല പൈങ്ങടക്കയാണ്, പച്ചടക്കയാണ്, അതാ നിങ്ങൾക്ക് നല്ലത്. അതിലൊരു ഒരൊറ്റ മദ്ഹബിലും ഖിലാഫില്ല എന്ന് പറഞ്ഞു ഉമർ ഖാദി റളിയല്ലാഹു അൻഹു പാടി. ഇതുപോലെ കുഞ്ഞമ്മു മരണ വീട്ടിൽ പോയി, ഖാദിയാർ വരുന്നുണ്ട്, ഐദ്രൂസ് മരിച്ചിട്ടില്ല എന്നും പറഞ്ഞു ഇങ്ങോട്ട് ഓടി വന്ന് നിന്നപ്പോ കുഞ്ഞമ്മുവിനെ പറ്റിയൊരു പാട്ട്. കുഞ്ഞമ്മു ഖാദിമുൽ ഖൗമി ശജഅനു യഖാഫുഹു അബദൻ ജിന്നും വശൈത്താനു. കുഞ്ഞമ്മു മഹാന്മാരുടെ ഖാദിമാണ്, അതുകൊണ്ട് തന്നെ കുഞ്ഞമ്മൂനെ എല്ലാ ജിന്നും ശൈത്താനും ഭയപ്പെടും. ഇതാണ് മഹാനവറുകൾ പാടി എന്റെ രത്ന ചുരുക്കം. പക്ഷെ കുഞ്ഞമ്മൂന് അറബി അറിയില്ല. കുഞ്ഞമ്മു ഇങ്ങനെ നോക്കണം കേൾക്കണം, എന്താ കുഞ്ഞമ്മൂ എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് നിർത്തിയത് ജിന്നു ശൈത്താനു എന്നാണ്. അപ്പൊ എന്നെ ജിന്നു ശൈത്താനു എന്ന് വിളിച്ചെന്നാ കുഞ്ഞമ്മു മനസ്സിലാക്കണത്. അപ്പൊ കുഞ്ഞമ്മൂന് വെറുപ്പിടിച്ചു. അപ്പൊ നമ്മൾ കാതിക്ക് മനസ്സിലായി കുഞ്ഞമ്മൂന് ഇത് പറ്റിയിട്ടില്ല. ഉടനെ തന്നെ കുഞ്ഞമ്മൂനെ വിളിച്ചു, കുഞ്ഞമ്മു അങ്ങനല്ല, എന്നെ ജിന്നു ശൈത്താനും ഭയപ്പെടുന്ന ഞാൻ പറഞ്ഞത്. ഓ അങ്ങനെയാണോ, എങ്കിൽ പിന്നെ സന്തോഷം, കുഞ്ഞമ്മൂന് പ്രശ്നമില്ല. കേരള ചരിത്രത്തിൽ ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിന്റെ ജീവചരിത്രത്തിൽ കാലിക്കറ്റ് സർവകലാശാല പോലും അംഗീകരിച്ച പുസ്തകത്തിൽ കാണാം, മരണ വീട്ടിലേക്ക് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു കടന്നു ചെന്നു. ആകെ കണ്ണീരിലാണ്. ഹൈദ്രൂസുമായി പാമ്പ് കടിച്ച് മരിച്ചു കിടക്കുകയാണ്. നേരെ ചെല്ലുന്നൊരൽപ്പം വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. മഹാനവറുകൾ വെള്ളത്തിൽ ചിലത് മന്ത്രിച്ചൂതി ഹൈദ്രൂസിന്റെ മുഖത്ത് കൊടുഞ്ഞു. എണീക്ക് ഹൈദ്രൂസ്, എണീക്ക്. എന്നോട് എപ്പോൾ ഇവിടെ വരാൻ വേണ്ടി ക്ഷണിച്ചിട്ട് ഞാൻ ഇവിടെ വന്നപ്പോ ഇവിടെ കിടക്കുക ആയിട്ടില്ല. ഉമർ ഖാദി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവിടെ കണ്ട ആബാലവൃദ്ധ ജനങ്ങൾ തക്ബീർ ചൊല്ലിപ്പോയി. ഹൈദ്രൂസ് എണീറ്റിരുന്നു. ഉസ്താദ് എപ്പോഴാ വന്നത്? ഹൈദ്രൂസിന്റെ ചോദ്യം, ഉസ്താദ് എപ്പോഴാ വന്നത്? ഉമർ ഖാദി വഫാത്തായി 7 കൊല്ലം കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ ഹൈദ്രൂസ് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത്. മഹാന്മാരുടെ ആളുകൾ ഹായിബാവൂല. ഞാൻ പറഞ്ഞു വരുന്നത് ഔലിയാക്കൾ ഇങ്ങനെയാണ് മുത്തുമുമിനീങ്ങളെ. അവര് രാവും പകലും മെനക്കെട്ട് അള്ളാഹുവിനോടങ്ങ് അടുത്താൽ പിന്നെ റബ്ബ് അവരെ കൈയൊഴിയുമോ? ഏത് റബ്ബ്? ഗഫൂറായ റബ്ബ്, ഗാഫിറായ റബ്ബ്, ഗഫാറായ റബ്ബ്. അവൻ അലിവുള്ളവനാണ്. അവനിലേക്ക് അടുക്കുന്നവരെ അവൻ ഒരിക്കലും പാഴാക്കുകയില്ല. അതാണ് ശൈഖുന നമുക്ക് നൽകി തന്ന മാർഗം. അത് മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അവരൊരു കാര്യം അള്ളാഹുവിനോട് പറഞ്ഞാൽ അല്ലാഹു ഹായിബാക്കൂല. സുബ്ഹാനല്ലാഹ്. ചിറ്റടി മിത്തലെ നമ്മുടെ മജ്ലിസുകൾ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ബഹുമാനപ്പെട്ടവരെ, ഈ വീട്ടിൽ ഇവിടെ വെച്ച് നടക്കുന്ന